സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് അതായത് പാലക്കാട് ജില്ലയിലുള്ള ഒരു ബ്രിട്ടീഷ് പാലം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവർ പണിത ഒരു പാലമാണ്. പക്ഷെ അത് വളരെയധികം നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച കൂടിയാണ്. ഇവിടെ കണ്ടോ ഈ കാണുന്നത് വലിയൊരു മലമ്പുഴ ഡാമിൽ നിന്ന് വരുന്ന വെള്ളത്തെ പല ഭാഗങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ കനാലിൻ്റെ അരികത്ത് കൂടെ ആണ് ഈ പാലം ബ്രിട്ടീഷുകാർ പണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ പാലം നിർമ്മിച്ചിരിക്കുന്നതും ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ്. അതായത് ഈ കനാൽ വെള്ളത്തെ ഈ പുഴപ്പാലത്തിൻ്റെ ഈ പാലം ബ്രിട്ടീഷുകാർ പണിത ഈ ഒരു പാലത്തിൻ്റെ മുകളിലൂടെയാണ് അവരത് അപ്പുറത്തേക്ക് എത്തിക്കുന്നത്. നമുക്ക് അതിൻ്റെ കാഴ്ചകളിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ കടക്കാം. ഓക്കെ, ഇതാണ് ഈ പറഞ്ഞ കനാൽ എന്ന് പറയുന്നത്. വളരെയധികം വലിയൊരു മലമ്പുഴ ഡാമിലെ വെള്ളം ഒഴുകി വരുന്ന വലിയ പാലക്കാട് ജില്ലയിലെ തന്നെ ഒരു വലിയ കനാലാണിത്. ഇത് പാലത്തിൻ്റെ ഒരു ഇൻ്റർഫേസ് ഇങ്ങനെയാണ്. പക്ഷേ ഇതിലൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ ഇതാണ്ടോ ഓരോ വഴികളാണ്. ഓരോ വഴികളായിട്ട് ഇങ്ങനെ ഭയങ്കര സെറ്റപ്പിലാണ് അവർ ഈ പാലം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. കണ്ടോ ഇങ്ങനെ മലമ്പുഴ ഡാമിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളത്തെ, അതായത് ശരിക്കും പറഞ്ഞാൽ അപ്പുറത്ത് പുഴയാണ്, ഈ കനാൽ വെള്ളത്തെ ഈ പാലത്തിലൂടെ ഇങ്ങനെ കൊണ്ടുപോയിരിക്കുകയാണ്. അതായത് ഒരുപക്ഷെ അന്നത്തെ കാലത്ത് കൃഷിക്കും കാര്യത്തിനുമൊക്കെ ആയിട്ട് അപ്പുറത്തെ ഉള്ള പ്രദേശത്തേക്ക് വെള്ളം എത്തിക്കാനുള്ള ഒരു മാർഗ്ഗമായിട്ടാണ്. നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. അതായത് പണ്ട് ബ്രിട്ടീഷുകാർ നാട് ഭരിച്ചിരുന്ന ആ ഒരു കാലത്ത് നിർമ്മിച്ചതാണ്. ഇനിയുണ്ടോ ഇവിടെ താഴെ പുഴയാണ്. ആ പുഴയിലേക്ക് പോകേണ്ട വെള്ളമാണ് ശരിക്കും പറഞ്ഞാൽ അത് ഇങ്ങനെ പാലത്തിലൂടെ നിർമ്മിച്ച് അപ്പുറത്തേക്ക് എത്തിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഫാമിലി അവിടെ ഉണ്ട്. ഇതാ ഒരുപാട് പേര് ഇവിടെ ഇത് കാണാനായിട്ട് കണ്ടോ ഒത്തിരി പേര് വരുന്നുണ്ട്. നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ട് ഇവിടെ എന്തായാലും. ഇതാണ്ടോ കാണുന്നതുണ്ടോ ഈ പുഴ എന്ന് പറയുന്നത് യാക്കര പുഴയിലേക്ക്, അതായത് പാലക്കാട് ജില്ലയിലെ യാക്കര പുഴയിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഈ യാക്കര പുഴ തന്നെയാണ് ഇത്, യാക്കര പുഴയുടെ ഭാഗം തന്നെയാണ്. അതായത് നിളയുടെ കൈവരിയായ യാക്കര പുഴയിലേക്ക് ആണ് ഈ താഴത്തെ ഈ പുഴയിലെ ജലാംശം കംപ്ലീറ്റ് എത്തിച്ചേരുന്നത്. നല്ലൊരു വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഇവിടെ നല്ല തിരക്കുണ്ട്. ഏകദേശം ഒരു 300 മീറ്ററോളം നീളത്തിലാണ് ഈ ഒരു പാലം നിർമ്മിച്ചിരിക്കുന്നത്. അതായത് ഈ കാണുന്ന ഇതുണ്ട്, അത് അപ്പുറത്തെ റോഡാണ് വാഹനങ്ങൾക്ക് പോകാനായിട്ട്. ഇത് നമുക്ക് ചുറ്റി നടന്ന് കാണാനായിട്ട് കൈവരി പോലെ പാലം നിർമ്മിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ നടുവിലൂടെയാണ് ഈ വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പുറത്ത് ഈ വെള്ളം ഏത് രീതിയിലാണ് എവിടേക്കാണ് ചാടുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് കാണാം. background ഒരു സൂപ്പർ, അതായത് നല്ല ഒരു പുഴ
കാണാൻ ഏകദേശം, അതായത് കൃത്യമായി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 100-200 മീറ്ററിലേറെ ദൂരമുണ്ട്. അതായത് ഈ പാലത്തിൻ്റെ ഒരു നീളം എന്ന് പറയുന്നത് 300 മീറ്ററിൻ്റെ അടുത്ത് വരും എന്തായാലും. ഇതുപോലെ തന്നെയാണ് ഈ പുഴയുടെ എതിർവശത്ത്, അതായത് ഇതുണ്ടോ, ഇവിടെ നിന്ന് നോക്കിയാൽ അതായത് കറക്റ്റ് വേറെ ഏതൊക്കെ ഒരു ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പാലക്കാടിൻ്റെ വൃഷ്ടി പ്രദേശം തന്നെയാണ്. പക്ഷേ ഈ പുഴ നേരെ പോയി ചെല്ലുന്നത് യാക്കര പുഴയിലേക്കാണ്. അപ്പുറത്തും ഈ കാഴ്ചകളൊക്കെ തന്നെയാണ് കാണാനുള്ളത്, ഈ പുഴയുടെ കാഴ്ചകൾ. ബ്രിട്ടീഷുകാർ പണിത ഈ പാലം എന്ന് പറയുന്നത് ഇന്നത്തെ യാതൊരുവിധ മെറ്റീരിയൽസും ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിലും കൂടിയിട്ട് അതിൻ്റെ ഒരു ബലം, ഇപ്പോൾ പഴയ റെയിൽവേ ആയാലും ശരി, റെയിൽവേ ബ്രിട്ടീഷുകാരുടെ കാലത്താണല്ലോ റെയിൽവേ നിർമ്മിക്കുന്നതുമൊക്കെ. അതുപോലെ തന്നെ അവർ നിർമ്മിച്ചിട്ടുള്ള ഒന്നും തന്നെ നല്ല സ്ട്രോങ്ലിയാണ്, അതായത് സ്ട്രോങ് ആയിട്ടുള്ള സംഭവങ്ങളാണ്, ഒരിക്കലും അടുത്ത കാലത്തൊന്നും പോവാത്ത രീതിയിൽ. ഇവിടെ ഇങ്ങനെ ഇതിൻ്റെ മേലെ കയറി നിന്ന് കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ളൊരു വ്യൂ നമുക്ക് കിട്ടും. താഴെ ആളുകൾ കണ്ടോ, ഈ പാലത്തിൻ്റെ താഴെ ആളുകൾ പുഴയിലേക്ക് ഇറങ്ങി നിൽക്കുന്നുണ്ട്. പല ആളുകൾ എൻജോയ് ചെയ്യും. കുറേ ആൾക്കാർ താഴെയുണ്ട്. എന്താ നമ്മളിപ്പോൾ പുറകിലേക്ക് നോക്കുകയാണെങ്കിൽ കേട്ടോ, ഏകദേശം നമ്മളിത് ആ അറ്റത്തു നിന്നാണ് ഇങ്ങോട്ട് നടന്നു കയറി വന്നത്. ഈ വെള്ളം നേരെ പോയിട്ട് അവസാനിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുഴയിലേക്കോ ഒന്നിലേക്കോ അല്ല, അതായത് ശരിക്കും പറഞ്ഞാൽ നേരെ കനാലിലേക്ക് തന്നെയാണ്. അതായത് കനാലിലെ വെള്ളം ഈ തൊട്ടുപുറത്തുള്ള കനാലിലേക്ക് എത്തിക്കുന്നത് ഒരു പാലത്തിൻ്റെ മുകളിൽ കൂടെയാണെന്നുള്ള ഒറ്റ മാറ്റമുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പണ്ട് ബ്രിട്ടീഷുകാർ ഇങ്ങനെ ഒരു പാലം നിർമ്മിച്ചത്. പുഴയിലേക്ക് പോകാതെ കനാലിലേക്ക് തന്നെ, തൊട്ടപ്പുറത്തുള്ള കനാലിലത്തെ വെള്ളം പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നിർമ്മിച്ചത്. ഇതായിട്ടാണ് ഇവിടെ കാണുന്നത്. എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സ്ഥലമാണത്. ആ നീയും കണ്ടോ, നേരെ ഇപ്പുറത്തുള്ള കനാലിലേക്കാണ് ഈ വെള്ളം എത്തിച്ചേരുന്നത്. ഒരു വലിയൊരു വാഗമരം ഒക്കെ ആയിട്ട് നല്ലൊരു അന്തരീക്ഷമാണ്. വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ്. നല്ല കാറ്റാണ് മെയിൻ. നല്ല, അതായത് വലിയ വെയിലും കാര്യങ്ങളൊന്നുമില്ല, ചൂടൊന്നുമില്ല. നോക്കിക്കാൻ നമ്മൾ വന്ന ആ പാലത്തിൻ്റെ അറ്റമാണ് ആ കാണുന്നത്. നമ്മൾ അത്രയും ദൂരം വന്നു. ഏകദേശം അതായത് ഈ പറഞ്ഞ പോലെ ഒരു 300 മീറ്ററെങ്കിലും നീളം തികച്ചുകൊണ്ട് ഈ ഒരു പാലത്തിന്. ഇതൊക്കെ ഇന്നത്തെ കാലത്തുള്ള ആളുകൾക്ക് പണിയാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം അത്രയും എന്താ പറയുക, ഭയങ്കര ക്രിയേറ്റീവായിട്ടുള്ളൊരു രീതിയിലാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. ബ്രിട്ടീഷ് പാലം പാലക്കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, അറിയാത്തവർ വളരെ ചുരുക്കമായിരിക്കും. കാരണം അത്രയും പ്രശസ്തിയുള്ള ഒരു ഇതാണ്.
ഒരുപാട് പേര് വിവാഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള വീഡിയോ ഷൂട്ടിങ്ങിനും സിനിമകൾക്കുമൊക്കെ ലൊക്കേഷനായിട്ടുള്ള ഒരു സ്ഥലമാണിത്. ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന് പറയുന്ന ആ ഒരു ഇതിൽ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് ഈ ബ്രിട്ടീഷ് പാലത്തിനെ കുറിച്ചിട്ട്. ഇത് പാലത്തിൻ്റെ എൻ്റെ ഇവിടെ അവസാനിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് കാണാൻ കഴിയുന്ന ആ പുഴയുടെ നേരെ എതിർവശം, അതായത് ഇതാ ഈ വശത്തെ കാഴ്ചകളും അതിമനോഹരമാണ്. പുഴയിൽ ഇപ്പോൾ വെള്ളം കാര്യങ്ങളൊന്നുമില്ല, കമ്മിയാണ്. കനാലിലുള്ള അത്ര വെള്ളം പോലും പുഴയിൽ കാണുന്നില്ല. ഈ പാലം ഇല്ലായിരുന്നുവെങ്കിൽ നേരെ ഈ മലമ്പുഴയിൽ നിന്ന് വരുന്ന ഈ കനാൽ വഴി വരുന്ന വെള്ളം ശരിക്കും പറഞ്ഞാൽ ഈ പുഴയിലേക്കാണ് ചാടുക. ഇല്ല, അതൊരു വരില്ല. അതെന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കനാലിലെ വെള്ളം നേരെ ഇപ്പുറത്തെ കനാലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷുകാർ ഇത് ചെയ്തിരിക്കുന്നത്. അല്ലാണ്ട് ഈ നോക്കുന്നത് ഈ പുഴയിലേക്ക് ഒരു കണക്ഷനും ഇല്ല. ഈ പാലം നിർമ്മിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, പുഴയ്ക്കേ ചാടുള്ളൂ. ഇവിടെ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വ്യൂ ആണ്. നോക്കിക്കേ, മാക്സിമം സൂം ചെയ്ത് നിന്നുണ്ട്. അത് ഏതാണ് ബിൽഡിങ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ അപ്പം നമ്മൾ അപ്പോൾ ഇതാണ് ബ്രിട്ടീഷ് പാലത്തിൻ്റെ കാഴ്ചകൾ. അപ്പോൾ നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ. വലിയ ഇന്നിപ്പോൾ ഞങ്ങളിപ്പോൾ വന്നപ്പോൾ വെയിലോ കാര്യങ്ങളൊന്നുമില്ല, ഒരു തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെയാണ്. നല്ല ഒരു അറ്റ്മോസ്ഫിയറിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഇതാണ്. കാണാനും വന്നിരിക്കാനും ഒക്കെ പറ്റിയിട്ടുള്ള ഫാമിലിയായിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ കഴിയുന്ന ഒരു സൂപ്പർ സ്ഥലമാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ MS ചാനൽ വൈൻഡപ്പ് ചെയ്യാണ്. ഇവിടെ പാലക്കാടുള്ള ഈ ഒരു ബ്രിട്ടീഷ് പാലം കാണിക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിൽ ചെയ്തൊരു വ്ളോഗാണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായവും കാര്യങ്ങളെല്ലാം തന്നെ. ചാനൽ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലിൻ്റെ താഴെ കാണുന്ന റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഓൺ ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ ഓൺ ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടൺ, അതിനകത്ത് 3 ബെൽ ബട്ടൺ ഓപ്ഷൻ കാണും. അതിനകത്ത് ഏറ്റവും ടോപ്പിലുള്ള ഓൾ ബട്ടൺ എന്ന് പറയുന്ന ബെൽ ബട്ടൺ നിങ്ങൾ ഓൺ ചെയ്ത് വയ്ക്കുക സുഹൃത്തുക്കളെ. അപ്പോൾ അടുത്ത ഒരു വ്ളോഗുമായിട്ട് വീണ്ടും കാണാം സുഹൃത്തുക്കളെ. ഓക്കെ.